നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം സഭാ വാർത്തകൾ. പാപ്പയുടെ അംഗരക്ഷകൻ ഇനി മുതൽ വൈദികൻ. പാപ്പയുടെ അംഗരക്ഷകന്റെ കുപ്പായം അഴിച്ചുവെച്ച് വൈദികനാകാനൊരുങ്ങുന്ന യുവാവിന്റെ ജീവിതം ശ്രദ്ധേയമാകുന്നു. 34-കാരനായ ദിദിയർ ഗ്രാൻജീൻ എന്ന യുവാവാണ് പാപ്പയുടെ അധികാരത്തിൽ കീഴിൽ കത്തോലിക്ക സഭയെ കൂടുതൽ സേവിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ചത്. പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥനായി വളരെ വിനയത്തോടെ സ്വയം സമർപ്പിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് താൻ സെമിനാരിയിൽ പ്രവേശിച്ചതെന്നും ദിദിയർ കൂട്ടിച്ചേർക്കുന്നു. സഭയും സഭയുടെ ശുശ്രൂഷകരും എപ്പോഴും ആളുകൾക്ക് സംലഭ്യരായിരിക്കണമെന്നതാണ് സ്വിസ് ഗാർഡ് കോർപ്സിൽ ഉണ്ടായിരുന്നപ്പോൾ തനിക്ക് മനസ്സിലായതെന്നും അത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നൽകാൻ പൗരോഹിത്യ ജീവിതത്തിലൂടെ സാധിക്കുമെന്നും ദിദിയർ പറയുന്നു. മോൺസിങ്ങർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി, കണ്ണൂർ രൂപത സഹായമെത്രാൻ. കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്ക ഇടവകയിൽ കുറുപ്പശ്ശേരി സ്റ്റാൻലി ഷേർലി ദമ്പതികളുടെ മകനായി 1967 ഓഗസ്റ്റ് 4-നാണ് ജനനം. മാൾട്ടയിലെ അപ്പോസ്തോലിക് ന്യൂൻഷേച്ചറിൽ ഫസ്റ്റ് കൗൺസിലറായി പ്രവർത്തിക്കുകയായിരുന്നു. ആഫ്രിക്കയിലെ ബുറുണ്ടി, ഈജിപ്ത്, ചെക്ക് റിപ്പബ്ലിക്, തായ്ലാൻഡ്, US എന്നീ രാജ്യങ്ങളിൽ വത്തിക്കാൻ കാര്യാലയങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ലൂർദിൽ അന്ധയായ സ്ത്രീക്ക് രോഗസൗഖ്യം. വത്തിക്കാൻ സ്ഥിരീകരിക്കുന്ന 71ാമത് അത്ഭുതമാകാൻ സാധ്യത. ഹോസ്പിറ്റാലിറ്റി ഓഫ് അവർ ലേഡി ഓഫ് ലൂർദ് ഓഫ് മാഡ്രിഡ് എന്ന തീർത്ഥാടന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലൂർദിലേക്ക് നടത്തിയ തീർത്ഥാടനത്തിൽ അന്ധയായ സ്ത്രീക്ക് കാഴ്ച ലഭിച്ചു. 800 പേരുമായി മെയ് 19-ന് ലൂർദിലേക്ക് നടത്തിയ തീർത്ഥാടനത്തിലാണ് ഏകദേശം പൂർണ്ണമായി അന്ധയായിരുന്ന സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചത്. ദേശീയ പതാക ഉയർത്തിയ കൊടിമരം വൈകിട്ട് അഴിച്ചുമാറ്റവേ യുവവൈദികൻ വൈദ്യുതി മരണമടഞ്ഞു. ദേശീയ പതാക ഊരിയെടുക്കുന്നതിനിടെ ഇരുമ്പ് കൊടിമരം വൈദ്യുതി ലൈനിൽ തട്ടി തലശ്ശേരി അതിരൂപത അംഗമായ യുവവൈദികൻ ഷോക്കേറ്റ് മരിച്ചു. മുള്ളേരിയ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിലെ വികാരി ഫാദർ മാത്യു കുടിലിൽ ആണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 6-ഓടെയാണ് അപകടം നടന്നത്. ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ച് ചാണ്ടി ഉമ്മൻ MLAയും ശിവഗിരി മഠം പ്രതിനിധികളും. കേരളത്തിനായി തന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്ത പാപ്പ. ശിവഗിരി മഠത്തിൽ നിന്നുള്ള സ്വാമി വീരേശ്വരാനന്ദ ബാബുരാജ് KG എന്നിവരും നവംബറിൽ വത്തിക്കാനിൽ നടക്കുന്ന സർവമത ഉച്ചകോടിക്ക് മുന്നോടിയായിരുന്ന കൂടിക്കാഴ്ച. 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത ഉച്ചകോടിയുടെ സ്മരണയ്ക്കാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. കുരിശിലൂടെ വെളിച്ചത്തിലേക്ക്. ദൈവദാസൻ ആർച്ച് ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിഗർ. മെത്രാപ്പോലിത്തയുടെ 82ാം ചരമവാർഷികമാണ് 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി. കൊല്ലം രൂപതയെ 31 വർഷക്കാലം നയിക്കുകയും നമ്മുടെ രൂപതയുടെ കോട്ടാർ രൂപതയുടെയും സംസ്ഥാപനത്തിന് നെടുനായകത്വം വഹിക്കുകയും ചെയ്ത ഈ പുണ്യശ്ലോകന്റെ ജീവിതം ഇതിഹാസ്യ തുല്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.